ഈ വിവാദങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്ന സമയത്ത് ഒളിയമ്പുമായി രംഗത്ത് വരികയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ. അതായത് ഖദർ ഒരു അച്ചടക്കമാണെന്ന തലക്കെട്ടോടു കൂടിയാണ് ഖാദി വസ്ത്രങ്ങളുടെ റിബേറ്റ് വിൽപ്പനയുടെ അറിയിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് അജയ് തറയിൽ. കോൺഗ്രസിലെ പുതുതലമുറ ഖദർ ഉപയോഗിക്കാത്തതിനെ അജയ് തറയിൽ നേരത്തെ വിമർശിച്ചിരുന്നു. ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്യാമിന് ഓർമ്മയുണ്ടാകും, അന്ന് ആ പോസ്റ്റ് അജയ് തറയിൽ ഇട്ടത് കോൺഗ്രസിലെ യൂത്ത് ബ്രിഗേഡിനെ ലക്ഷ്യം വെച്ചായിരുന്നു, ഷാഫി അതോടൊപ്പം തന്നെ രാഹുലിനൊക്കെ. അപ്പോൾ അന്ന് ഖദറിലല്ല കാര്യം, പ്രവർത്തനത്തിലായിരുന്നു എന്നുള്ളതായിരുന്നു ഈ യൂത്ത് ബ്രിഗേഡിന്റെ മറുപടി. കിട്ടിയ അവസരം മുതലാക്കുകയാണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് അന്ന് ഈ ഖദർ വസ്ത്രങ്ങളെ അനുകൂലിച്ചുകൊണ്ട് ഇത്തരത്തിൽ അജയ് തറയിൽ പോസ്റ്റ് ഇട്ടപ്പോൾ അതിനെ അനുകൂലിക്കാൻ വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടായിരുന്നു. ഈ കളർ വസ്ത്രങ്ങൾ പൂക്കളും മറ്റുമൊക്കെയാണ്, അതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നായിരുന്നു അന്നത്തെ യുവാക്കൾ പറഞ്ഞത്. മാത്രമല്ല ഖദർ വസ്ത്രമല്ല, ഈ ആര്യ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മുടെ ഒരു സ്വഭാവമാണ് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ട്രോൾ എന്ന നിലയിൽ ഈ ഖാദി വസ്ത്രങ്ങളുടെ പ്രചരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ റിബേറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അജയ് തറയിൽ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതിൽ ഏറ്റവും വ്യത്യസ്തമായൊരു കാര്യം, ഖദർ ഒരു ഡിസിപ്ലിനാണ്, ഖദർ ഒരു അച്ചടക്കമാണ് എന്നാണ് അജയ് തറയിൽ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഒരു പോസ്റ്റാണ് എന്നതിൽ തർക്കമില്ല. ഇനിയും കൂടുതൽ പേർ ഇത്തരത്തിൽ കൂടുതൽ പോസ്റ്റുകളും കൂടാതെ ഇത്തരത്തിലുള്ള ഇവരുടെ അഭിപ്രായങ്ങളും ഒക്കെ ആയിട്ട് വരും. എന്തായാലും നിലവിലിപ്പോൾ അജയ് തറയിലാണ് ഇതിനിപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് ഇത്തരത്തിലൊരു തുടക്കമിട്ടിരിക്കുന്നത്. കൂടുതൽ പേർ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ചർച്ചയായതുമൊക്കെ കണ്ടതാണ്. എന്തായാലും ഫേസ്ബുക്കിൽ അജയ് തറയിൽ അന്ന് പരിഹസിച്ച ആ ഒരു സംഭവം ഇന്നിപ്പോൾ ട്രോളാക്കിക്കൊണ്ട് ഖദർ എന്നത് ഒരു അച്ചടക്കമാണ് എന്ന ഒരു കാര്യമാണ് ഇന്നിപ്പോൾ അജയ് തറയിൽ തൻ്റെ പോസ്റ്റായി ഇട്ടിരിക്കുന്നത്. അതിന് താഴെ നിരവധി കമൻറ്റുകളും മറ്റുമൊക്കെ അതും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരെടുത്തുകൊണ്ട് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നതും മറ്റൊരു കാര്യമാണ്. ആര്യ, ശരി ശ്യാം. എന്തായാലും ആരും കിട്ടുന്ന ഒരു അവസരങ്ങളും ഉപയോഗിക്കാതെ കളയുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത.